സ്പിരിച്വൽ ടോക്സിന്റെ മറ്റൊരു അധ്യായത്തിലേക്ക് എല്ലാവർക്കും ഒരിക്കൽ കൂടി സ്വാഗതം. വിവാഹത്തിന് പലരും നക്ഷത്ര പൊരുത്തം നോക്കാറുണ്ട്. എന്നാൽ ചില നക്ഷത്രങ്ങൾ തമ്മിൽ ചേർന്നാൽ ദോഷമാണ് ഫലം. അത്തരത്തില് ചേരാൻ പാടില്ലാത്ത നക്ഷത്രങ്ങൾ ഏതൊക്കെയാണ് എന്ന് ഇന്നത്തെ അധ്യായത്തിൽ നമുക്ക് നോക്കാം. നക്ഷത്ര പൊരുത്തത്തെക്കാൾ ഏറെ മനപ്പൊരുത്തമാണ് പ്രാധാന്യമെങ്കിലും നക്ഷത്ര പൊരുത്തം വിവാഹത്തിന് നോക്കുന്നവരാണ് ജ്യോതിഷത്തിൽ വിശ്വസിക്കുന്ന അധികം പേരും. അപ്പോൾ പൊരുത്തമുള്ള നക്ഷത്രങ്ങൾ കണ്ടുപിടിക്കുന്നത് നക്ഷത്രം അനുസരിച്ച് മാത്രമല്ല, ജനന സമയവും രാശിയും എല്ലാം അനുസരിച്ച് കൂടിയാണ്. എന്നാലും പല നക്ഷത്രങ്ങൾക്കും പൊതുഫലമുണ്ട്. ഇതിൽ ചില പ്രത്യേക നക്ഷത്രങ്ങൾ കൂടിച്ചേർത്താൽ ദോഷമാണ് ഫലമായി വരുന്നത്. ഇത്തരത്തിലുള്ള ചില നക്ഷത്രങ്ങളെ കുറിച്ചാണ് ഇന്നത്തെ അധ്യായത്തിൽ ഉൾപ്പെടുത്തിയിട്ടുള്ളത്. നക്ഷത്രങ്ങള് ചേർന്നാല് കുടുംബജീവിതം നല്ലതാവാൻ സാധ്യത കുറവാണ്. ഭാര്യ മകയിരം, ഭർത്താവ് ആയില്യം അല്ലെങ്കിൽ ഭരണി നക്ഷത്രമാണെങ്കിൽ ഇവർ തമ്മിൽ കുടുംബജീവിതം നല്ലതാകില്ല. അതുപോലെ തന്നെ പരസ്പരം വഴക്കും അടിയുമെല്ലാം ആയിരിക്കും ഫലം. എല്ലാവർക്കും ഈ പ്രശ്നം എന്നല്ല പറയുന്നത്, എന്നാൽ 80% ഫലവും ഇതാണ് പറയുന്നത്. ആയില്യം മകയിരം പൂരം നക്ഷത്രങ്ങളും പരസ്പരം ചേരില്ല, ഇവർ ഒത്തുചേർന്ന് പോകില്ല എന്നാണ് ഈ പറഞ്ഞതിന്റെ സാരം. കാരണം ഇവർ തമ്മിൽ പലതരത്തിലുള്ള വഴക്കുകൾ ഉണ്ടാവാനുള്ള സാധ്യത ഏറെയാണ്. കുടുംബത്തിന് വളരെയധികം പ്രശ്നങ്ങളൊക്കെ ഉണ്ടാകാൻ സാധ്യതയുള്ളതിനാലാണ് ഈ നക്ഷത്രങ്ങൾ ചേർന്ന് പോകില്ല എന്ന് പറയാൻ കാരണം. അടുത്തത് അകാരണമായിട്ടുള്ള കലഹങ്ങൾ. അതായത് ഈ പറയുന്ന ദോഷമുള്ള നക്ഷത്രങ്ങൾ അകാരണമായ കലഹങ്ങളൊക്കെ ഉണ്ടാവാൻ സാധ്യതയുണ്ട്. അതായത് അശ്വതി, തൃക്കേട്ട എന്നിവ വേദദോഷമുള്ള നക്ഷത്രങ്ങളാണ്. ഇത് ചേരാൻ നല്ലതല്ല. ഭരണി, അനിഴം എന്നിവ ഒത്തുചേർന്ന് പോയാലും ദുരിതം ധാരാളം ഉണ്ടാകും. വിശാഖം, കാർത്തിക എന്നീ നക്ഷത്രങ്ങൾ ചേരുന്നത് നല്ലതല്ല. ഇവർക്ക് എപ്പോഴും പ്രതിസന്ധികൾ വന്നു ചേർന്നുകൊണ്ടിരിക്കും. ഒന്ന് മാറുമ്പോൾ മറ്റൊന്ന് എന്ന രീതിയിൽ. ഇതുപോലെ രോഹിണി, ചോതി നക്ഷത്രങ്ങളും ചേർന്നു പോകാത്തവയാണ്. ഇവർ ചേർന്നാൽ സന്താന ദുരിതമാണ് ഫലം. ഭാര്യാഭർത്താക്കന്മാർ തമ്മിൽ വഴക്കുണ്ടാകാൻ സാധ്യതയുണ്ട്. അകാരണമായ കലഹമെന്നും പറയാം. അടുത്ത ഈ പറയുന്ന നക്ഷത്രങ്ങള് അടുത്തത് മകം, രേവതി നക്ഷത്രങ്ങളാണ്. ഇവർക്ക് ഒരു വർഷം കഴിയും മുമ്പേ ഡിവോഴ്സ് ആകാനുള്ള സാധ്യത ഏറെയാണ്. അതുപോലെ തന്നെ ഇതുപോലെ മധ്യമ രഞ്ജു വരുന്ന നക്ഷത്രങ്ങളുണ്ട്. ഇവർക്ക് സന്താന ഭാഗ്യക്കുറവിനൊക്കെ ഫലമുണ്ട്. ഇവർ ഭരണി, മകീരം, പൂയം, പൂരാട, അവിട്ടം, ചിത്തിര, അനിഴം, ഉത്രട്ടാതി നാളുകാരാണ്. ഇവർ തമ്മിലുള്ള വിവാഹമെങ്കിൽ ഫലം നല്ലതല്ല എന്ന് പൊതുവെ പറയും. അടുത്തത് പൊരുത്തക്കുറവ്. സാധാരണമായിട്ട് ഇത്തരം നക്ഷത്ര പൊരുത്തക്കുറവിന് പരിഹാരമുണ്ട്. ഈ നക്ഷത്രക്കാർ ചെയ്യാവുന്ന ഒന്നുണ്ട്. ഒരു ചെറിയ ഗണപതി വിഗ്രഹം വാങ്ങുക. ഫോട്ടോ പോരാ, രാവിലെ ശുദ്ധി വരുത്തിയതിനു ശേഷം ഒരു ചന്ദനത്തിരി കത്തിച്ച് വിഗ്രഹത്തിന് മുകളിൽ 3 അല്ലെങ്കിൽ 21 തവണ ഉഴിയുക. വലത്തുനിന്നും ഇടത്തോട്ട് ഉഴിയാൻ വേണ്ടിയിട്ട് പ്രത്യേകം ശ്രദ്ധിക്കണം. അതായത് വട്ടം ചുറ്റിക്കുക. ഇതിനൊപ്പം നക്ഷത്രങ്ങൾ മനസ്സിൽ കരുതുക. വീട്ടിലെ എല്ലാവരുടെയും നക്ഷത്രം മാറി മാറി ജപിക്കാം. ഒപ്പം ഓം ഗം ഗണപതയേ നമ എന്ന മന്ത്രവും ഉച്ചരിക്കാം. ഇത് ദോഷങ്ങൾ മാറാൻ നല്ലതാണ്. അങ്ങനെയാണെങ്കിൽ ഈ ദോഷഫലങ്ങളെ എല്ലാം തന്നെ തരണം ചെയ്ത് കുടുംബജീവിതത്തിൽ ഉണ്ടാകുന്ന അകൽച്ചയും അതുപോലെ തന്നെ പരസ്പരമുള്ള കലഹങ്ങളെല്ലാം തന്നെ ഒഴിവായി നല്ലൊരു കുടുംബജീവിതം നയിക്കുന്നതിന് വേണ്ടിയിട്ട് സാധിക്കുന്നതാണ്. നമ്മുടെ ദോഷഫലങ്ങളെ എല്ലാം തന്നെ ഇല്ലായ്മ ചെയ്ത് ദോഷദുരിതങ്ങളെയൊക്കെ ഇല്ലായ്മ ചെയ്യുന്നതിന് വേണ്ടിയിട്ട് ഈ കാര്യങ്ങൾ കൃത്യമായിട്ട് ചെയ്താൽ നിങ്ങൾക്ക് നല്ല അഭിവൃദ്ധിയും കുടുംബ ഐശ്വര്യവും ഒക്കെ ഉണ്ടാവുന്നതാണ്. അപ്പോൾ ഇന്നത്തെ അധ്യായം എല്ലാവർക്കും ഇഷ്ടമായി എന്ന് വിചാരിക്കുന്നു. ഇഷ്ടമായ ലൈക്ക് ചെയ്യണം, ഷെയർ ചെയ്യണം, സബ്സ്ക്രൈബ് ചെയ്യണം. പരമാവധി എല്ലാവരിലേക്കും എത്തിച്ചു കൊടുക്കുക. ഒരിക്കൽ കൂടി എന്ന് പറയുന്നത് നിർത്തട്ടെ. നന്ദി, നമസ്കാരം.